കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേസ് സ്റ്റഡി ആണെങ്കിൽ ഫസ്റ്റ് തന്നെ പ്രൊവിഷൻ, ഫാക്ട് ഓഫ് ദ കേസ്, കൺക്ലൂഷൻ, അങ്ങനത്തെ രീതിയിലായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എക്സ് വാസ് റണ്ണിങ് എ ബിസിനസ് ഓഫ് കാർ ഓൺ ലീസ്. വൺ ഫൈൻ ഡേ വൈ കെയിം ടു ഹയർ എ കാർ ഫോർ 10 days ഫോർ ഹിസ് ബിസിനസ് ടൂർ ഫ്രം ഡൽഹി ടു അമൃത്സർ. ഓക്കെ, അപ്പോൾ ഇതൊരു ഹയർ പർച്ചേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പോൾ ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സ് ആരാണ്? എക്സ് ആണ് ആ ബിസിനസ്സിൻ്റെ കാറിൻ്റെ ആ ലീസ് ബിസിനസ്സിൻ്റെ നടത്തുന്ന ആൾ. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ ഹയർ ചെയ്യാൻ വന്ന ഒരു ക്ലൈൻ്റ് ആണ്. ഓക്കെ, വൈ കെയിം ടു ഹയർ എ കാർ ഫോർ 10 days. അപ്പോൾ ആരാന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം കുറച്ചും കൂടി ഈസി ആവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എക്സ് ഓഫേർഡ് ഹിം എ ഹോണ്ട സിറ്റി. അപ്പോൾ എക്സ് ഫസ്റ്റത്തെ ആൾ ഓഫർ ചെയ്തു ഹോണ്ട സിറ്റി എടുത്തോളൂ ഫോർ ₹50,000 ആണ് 10 ദിവസത്തിന്, ഓൺ എ കണ്ടീഷൻ ദാറ്റ് പെട്രോൾ ആൻഡ് ടോൾ എക്സ്പെൻസസ് വിൽ ബി ബോൺ ബൈ ഹിം. അപ്പോൾ എക്സ് പറഞ്ഞു പെട്രോളും പിന്നെ ടോൾ ചാർജ് ഉണ്ടാവുമല്ലോ, വേറെ അതിർത്തിയൊക്കെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ടോൾ ചാർജൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തരാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ആര് തരാമെന്ന് പറഞ്ഞു? ഈ എക്സ്, ഈ വണ്ടിയുടെ ഉടമസ്ഥൻ, ശരിക്കുള്ള ഓണർ. അപ്പം വണ്ടിയൊക്കെ ഹയറിന് എടുത്തു കഴിഞ്ഞാൽ പൊസഷൻ മാത്രം, കീ മാത്രമല്ലേ ഈ വൈക്ക് കൊടുക്കുള്ളൂ. അപ്പം എക്സ് പറഞ്ഞു പെട്രോൾ ചാർജും ടോൾ ചാർജൊക്കെ ഈ 10,000 രൂപയിൽ നിന്ന് ഞാൻ തന്നെ 10,000 അല്ല 50,000 രൂപയിൽ നിന്ന് ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയും. ഇപ്പോൾ വൈക്ക് നല്ല സന്തോഷമാവും, പെട്രോളിൻ്റെയും അതർ എക്സ്പെൻസ് ആയിട്ടുള്ള ടോൾ എക്സ്പെൻസൊക്കെ എക്സ് തന്നെ എടുത്തോളൂല്ലോ, വൈ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഡ്യൂറിങ് ദ ജേർണി എൻജിൻ ഓഫ് ദ കാർ വാസ് ചോക്ക്ഡ്. അപ്പോൾ കാറിൻ്റെ എൻജിന് ഒരു പ്രശ്നം വന്നു. ആൻഡ് വൈ ഹാസ് ടു സ്പെൻഡ് 10,000 ഫോർ ദ റിപ്പയർ ഓഫ് ദി എൻജിൻ. അപ്പം എൻജിൻ ശരിയാക്കാൻ 10,000 രൂപ വൈ ചിലവാക്കി. ഓക്കെ, വെൻ ഹീ വാസ് കമ്മിങ് ബാക്ക് ഫ്രം അമൃത്സർ, brakes of the car were not working and a major accident of Y happened. Due to this, Y was admitted to hospital and paid a bill of ₹50,000 on recovery. But Y asked X to compensate him charges for car repair and hospital expenses amounting to 60,000, and X denied for compensation by saying that he was not aware about the engine and brakes fault. Y filed a suit against X for the recovery of the damages and give your opinion with reference to the provisions of the Indian Contract Act 1872. അപ്പം അമൃത്സറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ബ്രേക്ക് കേടായതോടെ ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഹോസ്പിറ്റൽ ചാർജസ് ആയിട്ടൊരു 50,000 വൈക്ക് ചിലവായി. ഓക്കെ, അങ്ങനെ വൈക്ക് മൊത്തത്തിൽ 60,000 ചിലവായി. ഫസ്റ്റ് തന്നെ കാറിന് എൻജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം രണ്ട് പ്രശ്നവും കാറിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ. അപ്പം വൈ ചോദിച്ചു എനിക്ക് 60,000 തിരിച്ചു വേണം എന്ന് എക്സിനോട് ചോദിച്ചു. അപ്പം എക്സ് ഇവിടെ പറയാണ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഈ കാറിന് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ അൺഅവെയർ ആയിരുന്നു എന്നാണ് എക്സ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, വെദർ വൈ ക്യാൻ വിത്ത് ഹെൽഡ് ദ എമൗണ്ട് ഓഫ് ഹയർ ചാർജസ് 50,000 ഓൺ അക്കൗണ്ട് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഡാമേജസ്. അപ്പം വൈക്ക് വിത്ത് ഹെൽഡ് മീൻസ് വൈക്ക് 50,000 രൂപ കൊടുക്കണ്ട ഹയർ ചാർജിൻ്റെ, ബിക്കോസ് ഈ ഡാമേജ് ആയിട്ട് വൈ അത് കണക്കാക്കിക്കോളും. 50,000 രൂപ ആണല്ലോ ഈ വണ്ടിക്ക് 10 ദിവസത്തിന് ഹയർ ചാർജ്. അപ്പം അത് കൊടുക്കാതെ വൈ എന്ത് ചെയ്യും? വൈ ഞാൻ അത് തരില്ല, കാരണം 50,000 രൂപ ഹോസ്പിറ്റലിലേക്ക് ചിലവായല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ വൈ അത് എടുക്കുകയാണെങ്കിൽ അതാണ് വെദർ വൈ ക്യാൻ വിത്ത് ഹെൽഡ് ദ എമൗണ്ട് ഓഫ് ഹയർ ചാർജസ് 50,000 ഓൺ അക്കൗണ്ട് ഓഫ് ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ഡാമേജസ്. അപ്പോൾ പേയ്മെൻറ്റ് തരാത്തതിൻ്റെ പേരിൽ വൈക്ക് വൈ കൊടുക്കേണ്ട ഹയർ ചാർജ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സെക്കൻഡാമത്തത് വെദർ മിസ്റ്റർ എക്സ് വാസ് ലയബിൾ ടു പേ ഡാമേജ് ആസ് ഹി വാസ് നോട്ട് അവെയർ ഓഫ് ദ ഫാക്ട് ഓഫ് ഫോൾട്ട്സ് ഇൻ കാർ. അപ്പം എക്സ് ലയബിൾ ആണോ to pay the damage as he was not aware of the fact of the fault in the car. അപ്പം
എക്സിന് ശരിക്കും അറിയുണ്ടായിരുന്നില്ലല്ലോ കാരണം ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്. അപ്പം എക്സിന് അറിവില്ലാത്തത് കൊണ്ട് എക്സ് ലയബിൾ ആണോ, എക്സിൻ്റെ ലയബിലിറ്റി എങ്ങനെയാണ്, എക്സ് ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ എക്സ് എന്താ ചെയ്യേണ്ടത്, അപ്പം നമ്മൾ ചിലപ്പോൾ എക്സ് ആവും. ഒരു കാലത്ത് നമ്മൾ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളും ഇതുപോലെ എക്സും വൈയും ഒക്കെ ആവും. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനാണ് ഈ ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാറ് അതിൻ്റെ കീ ഒക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, പൊസഷനാണ് കൈമാറുന്നത്, ഓണർഷിപ്പ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ എന്ത് കാര്യവും പൊസഷൻ കൈമാറുമ്പോൾ നമ്മൾ അവിടെ ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ് അവിടെ വരിക. ഓണർഷിപ്പ് അല്ലാതെ പൊസഷൻ മാത്രം കൈമാറ്റം നടക്കുമ്പോൾ അവിടെ വരുന്നത് ബെയിൽമെൻ്റ് ആണ് കേട്ടോ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ബെയിൽമെൻറ്റ് ആസ് പെർ ഇപ്പോൾ പ്രൊവിഷൻ, ഏത് സെക്ഷൻ പ്രകാരമാണെന്നൊക്കെയാണ് പറയുന്നത്. ബെയിൽമെൻറ്റ് ആസ് പെർ സെക്ഷൻ 148 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ബെയിൽമെൻറ്റ് ഇസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പേർപ്പസസ്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിന് ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ്. ഫോർ സം പർപ്പസ്, കുറച്ച് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൺ എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിലാണ്, ഒരു കരാറിൻ്റെ ബേസിസിലാണ്. ഫോർ സം പർപ്പസിന് വേണ്ടിയിട്ട് വൺ പേഴ്സൺ മറ്റൊരു പേഴ്സണ് കൊടുക്കുന്നതാണ് ഡെലിവറി ഓഫ് ഗുഡ്സ്, ചെയ്തു കൊടുക്കുന്നതാണ്. ഫോർ സം പർപ്പസ് ആണ് അപ്പോൺ എ കോൺട്രാക്റ്റ്, ഒരു കരാറിൻ്റെ മേലെ. ദാറ്റ് ദ ഗുഡ്സ് ഷോൾ വെൻ ദ പർപ്പസ് ഇറ്റ്സ് അക്കംപ്ലിഷ്ഡ്. ഓക്കെ, മറക്കരുത്. ദാറ്റ് ദ ഗുഡ്സ് ഷോൾ വെൻ ദ പർപ്പസ് ഇറ്റ്സ് അക്കംപ്ലിഷ്ഡ്. പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് എന്തായാലും ഗുഡ്സ് ഷോൾ ബി റിട്ടേൺഡ് ഓൺ, അതർവൈസ് എന്തായാലും റിട്ടേൺ ചെയ്യണം. ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദ, ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം മീൻസ് അത് വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ആ ഓണറിലേക്ക് എത്തിക്കണം എന്നാണ് അർത്ഥം. ഓഫ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻസ് ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. അപ്പം ആ ഓണറുടെ പേഴ്സൺ ഡെലിവറിങ് ദം മീൻസ് ദ ഓണർ ആയിരിക്കും, ആ കാറുടെ ഒക്കെ ഓണർ ആയിരിക്കും. അപ്പം കാറ് മാത്രമല്ല പല കാര്യങ്ങളും ബെയിൽമെൻറ്റിൽ ഉൾപ്പെടും. അപ്പം ടു ദ ഡിറക്ഷൻസ് ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. അപ്പം ആ പേഴ്സൺ പറയുന്നതിനനുസരിച്ചിട്ട് ടു ദ ഡിറക്ഷൻസ് ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. അപ്പം വൺസ് അഗെയിൻ വാട്ട് ഈസ് ബെയിൽമെൻറ്റ് ആസ് പെർ സെക്ഷൻ 148 ആണ് ബെയിൽമെൻറ്റ് പറയുന്നത്. ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ബെയിൽമെൻറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് ആണ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദ ഗുഡ് ഷോൾ. അപ്പോൾ ഈ ഒരു കരാർ എന്താണ് ശരിക്കും? that the good shall when the purpose it's accomplished he be returned or otherwise disposed of according to the directions of the person delivering them. ആ പേഴ്സൺ പറയുന്നതിനനുസരിച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു കരാറിനെയാണ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. ബെയിൽമെൻറ്റ് പല രീതിയിലുണ്ട്. ഇപ്പോൾ ഒരു ടൈലർ എന്ത് ചെയ്യാണ്, നമ്മളെ ക്ലോത്ത്സ്, ഇപ്പോൾ ഞാനൊക്കെ ടൈലറിങ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്ര മീറ്റർ ക്ലോത്ത് കൊടുക്കും. അപ്പോൾ ആ ക്ലോത്ത് അത് ഡ്രസ്സാക്കി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലുള്ളൊരു ചുരിദാറാക്കി മാറ്റിയിട്ട് ആ ടൈലർ എനിക്ക് തിരിച്ച് തരില്ലേ. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഗുഡായിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ പൊസഷനാണല്ലേ കൊടുത്തത്. ഓക്കെ, പൊസഷൻ കൊടുത്തു, അപ്പോൾ അത് തിരിച്ച് തന്നു അല്ലേ. അപ്പോൾ അത് തിരിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത് തിരിച്ച് തന്നൂലേ, അത് തിരിച്ച് തരുമ്പോഴാണ് അവിടെ ബെയിൽമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ബെയിൽമെൻറ്റ് എപ്പോഴും കൺസിഡറേഷന് വേണ്ടിയിട്ടും നടക്കാം, കൺസിഡറേഷൻ ഇല്ലാതെ നടക്കാം. കൺസിഡറേഷൻ എന്ന് വെച്ചാൽ പൈസയ്ക്കും, ഇപ്പോൾ ടൈലർക്ക് ഞാൻ പൈസ കൊടുക്കുമല്ലേ, അപ്പം അങ്ങനെയും നടക്കാം. അല്ലാതെ കൺസിഡറേഷൻ ഇല്ലാതെയും ബെയിൽമെൻറ്റ് നടക്കാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇൻഫോർമലായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റുകൾ ഉണ്ടാവും. അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പുറത്ത്, സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്തൊക്കെ ചെയ്യില്ലേ. ഞങ്ങളെ സാർ എപ്പോഴും പറയാറുണ്ട്, സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ഷംസു എന്ന് പറഞ്ഞിട്ട്.
അപ്പം സാറ് ഷംസുവിൻ്റെ നാട്ടിലേക്ക് പോയ സമയത്ത് സാറിന് കാറുണ്ടായിരുന്നില്ല. അപ്പം ഷംസു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, നന്ദി എന്നാണല്ലേ അർത്ഥം. അപ്പം സാറ് നല്ല ക്ലാസ്സൊക്കെ എടുത്ത് തരുന്നതല്ലേ എന്ന് വെച്ചിട്ട് ഷംസുവിൻ്റെ കാറ് 10 ദിവസത്തിന് സാർ ഇവിടെ നിൽക്കണമല്ലേ, സാറ് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കീയുടെ പൊസിഷൻ കൊടുത്തു. അപ്പോൾ അതെന്താ, നന്ദിയുടെ പുറത്തല്ലേ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂസ് ആയിട്ടുള്ള ഒരു ബെയിൽമെൻ്റ് ആണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ സാറ് 10ാമത്തെ ദിവസം തിരിച്ചു പോകുമ്പോൾ ആ കാറിൻ്റെ കീ കൊടുത്തു, തിരിച്ച് ഷംസുവിനെ ഏൽപ്പിച്ചു. അപ്പം അവിടെ കൺസിഡറേഷൻ ഉണ്ടോ? ഇല്ല അല്ലേ. ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പുറത്ത് കൊടുക്കണമല്ലേ. അപ്പോൾ അവിടെ കൺസിഡറേഷൻ ഇല്ല അല്ലേ. പൈസയൊന്നും സംതിങ് ഇൻ റിട്ടേൺ ആയിട്ട് സാറൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പം അങ്ങനെ അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റിൽ കൺസിഡറേഷൻ വേണ്ട. പക്ഷേ ബാക്കി എല്ലാ ബെയിൽമെൻറ്റുകളും ഉണ്ടാവുമല്ലോ, അതൊക്കെ കൺസിഡറേഷൻ്റെ പുറത്ത് ഉള്ള ബെയിൽമെൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പൈസയ്ക്ക് ഈ ഫോർമലായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസിനുള്ള ബെയിൽമെൻറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ടൈലറിങ് ഷോപ്പിൽ നമ്മളെ ക്ലോത്ത് കൊടുത്തതും അതുപോലെ തന്നെ കാറ് വാഷ് ചെയ്യാൻ കൊടുത്തതും, അപ്പോൾ അതൊക്കെ ബെയിൽമെൻ്റാണ്. കീ കൊടുക്കണമല്ലോ, കാറ് പാർക്ക് ചെയ്യാൻ കൊടുത്തതും. അപ്പോൾ അതിനൊക്കെ ഫീസ് അല്ലെങ്കിൽ അതിനൊക്കെ സർവീസ് പേയ്മെൻറ്റ് കൊടുക്കൂലേ, അപ്പോൾ അതാണ് കൺസിഡറേഷൻ. അപ്പോൾ കൺസിഡറേഷനുള്ള ബെയിൽമെൻറ്റിനെ നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് ആണ് പറയുക. നന്ദിക്ക് പകരമായി നമ്മൾ പൈസ കൊടുക്കുമല്ലോ, അപ്പോൾ നോൺ ഗ്രാറ്റിറ്റ്യൂസ് എന്നാണ് അതിന് പറയാം, ബെയിൽമെൻറ്റ് എന്ന്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പം ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പൊസിഷൻ കൊടുത്തിട്ട് ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അത് ഓണറുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 148 14 പിന്നെ 4 അപ്പോൾ 148. അപ്പം കണ്ടോ, ക്വസ്റ്റ്യൻ 3 സബ് ക്വസ്റ്റ്യൻ എ എന്നുള്ള രീതിയിൽ ഫ്രഷ് പേജിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. ബെയിലേഴ്സ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾട്സ് ഓൺ ഗുഡ്സ് ബെയിൽഡ് ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബെയിൽമെൻറ്റ് 2 രീതിയിലാണുള്ളത്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റും ഉണ്ട്, ഒന്ന് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബെയിലേഴ്സ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾസ് ഇൻ ഗുഡ്സ് ബെയിൽഡ് ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. അപ്പം ഒഫീഷ്യലായിട്ടുള്ള ബെയിൽമെൻറ്റുകളെല്ലാം നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആയിരിക്കും അല്ലേ. നന്ദിക്ക് പകരം നമ്മൾ പൈസ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ബെയിലേഴ്സ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾട്ട് ഇൻ ഗുഡ്സ് ബെയിൽഡ് ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. അപ്പം ബെയിലറുടെ ഡ്യൂട്ടിയാണ് എന്തെങ്കിലും ഫോൾട്ട് അതിന് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാറിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതെന്തായാലും മറച്ചു വെക്കാതെ പറയണം. അപ്പോൾ ഇവിടെ 2 കൂട്ടരാണുള്ളത്, ഒന്ന് എക്സും ഒന്ന് വൈയും. അപ്പം ഈ കാറ് കൊടുക്കുന്ന എക്സ് ഉണ്ടല്ലോ, എക്സിനെ നമുക്ക് ബെയിലർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ അത് വാങ്ങുന്ന ആളുണ്ടല്ലോ, ഹയറിന് വാങ്ങുന്നത്, കാറ് വാടകയ്ക്ക് വാങ്ങുന്ന ആളുണ്ടല്ലോ, റെൻറ്റിന് വാങ്ങുന്ന ആളുണ്ടല്ലോ, ആ ആളെ ബെയിലി എന്നാണ് വിളിക്കുക. ഇപ്പം പേയർ, പേയി എന്ന് പറയില്ല, അതുപോലെ. അപ്പോൾ എപ്പോഴും ഫസ്റ്റത്തെ ആളെ എറിഞ്ഞു പിന്നെ ഈ എന്നുമാണ് പറയുക. എല്ലാതും കോമൺലി എങ്ങനെയാണ്, പ്രോമിസർ, പ്രോമിസി എന്നാണ് പറയുക. അപ്പം ഫസ്റ്റ് പ്രൊപ്പോസർ, പ്രൊപ്പോസി എന്നൊക്കെയാണ് പറയുക. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ അത് സെക്ഷൻ 150 ആണ്. ബെയിലർ എന്തായാലും എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ബെയിലർ കേട്ടോ, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇഫ് ദർ ഇസ് എനി ഫോൾട്ട് ഇൻ ദ നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. If the goods are bailed for hire, the bailer is responsible for such damage, whether he was or was not aware of the existence of such faults in the goods bailed. ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം വെദർ ഹി വാസ് ഓർ വാസ് നോട്ട് അവെയർ. അപ്പം ഒരു ഹയറിനൊരു സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് അറിയുമെങ്കിലും അറിയില്ലായിരുന്നെങ്കിലും ബെയിലർ തന്നെയാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. അപ്പോൾ അതിനെന്തെങ്കിലും ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ ബെയിലർ തന്നെ പൈസ എടുക്കണം. ഇപ്പോൾ 10,000 രൂപ എഞ്ചിന് ചിലവാക്കിയില്ലേ, അത് ബെയിലർ തന്നെ എടുക്കണം. പിന്നെ ഡ്യൂട്ടി ടു പേ നെസസറി എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. അതാണ് സെക്ഷൻ 158 പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടോ, അഡ്വക്കേറ്റിൻ്റെ പോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഈ സിറ്റുവേഷനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരണം. അപ്പം ഡ്യൂട്ടി ടു പേ നെസസറി എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ്. നെസസറി എക്സ്പെൻസ് ആണെങ്കിൽ എന്തായാലും കൊടുക്കണം. ദ ബെയിലർ ഈസ് ലയബിൾ ടു പേ ദ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ബെയിലി.
എക്സ്ട്രാ ഓർഡിനറി അതുപോലെ തന്നെ നെസസറി എക്സ്പെൻസ് ആണെങ്കിൽ എന്തായാലും കൊടുക്കണം. ഇനി ബെയിലേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡെംനിഫൈ ലോസസ്, അതാണ് സെക്ഷൻ 164 പറഞ്ഞത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു ഇൻഡെംനിഫൈ ഓൾ ദ ലോസസ് ആൻഡ് എക്സ്പെൻസസ് വിച്ച് ബെയിലി ഹാസ് ടു പേ ഓൺ അക്കൗണ്ട് ഓഫ് ഡിഫക്റ്റീവ് ഗുഡ്സ്. അപ്പോൾ ഡിഫക്റ്റീവ് ഗുഡ്സ് ആയതിൻ്റെ പേരിൽ എന്തൊക്കെ എക്സ്പെൻസ് ആണോ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാട്ടോ ഇത്. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് ആണോ, എന്തൊക്കെ ലോസസ് ആണോ നമ്മുടെ ബെയിലി ഇൻകർ ചെയ്തത് അല്ലെങ്കിൽ ബെയിലി സഹിച്ചത്, ആ എക്സ്പെൻസൊക്കെ ആര് റെസ്പോൺസിബിൾ ഏറ്റെടുക്കണം, ആരുടെ ലയബിലിറ്റി ആണത്, ബെയിലറുടെ ലയബിലിറ്റി ആണത്. സെക്ഷൻ 164 പറയുന്നുണ്ട്, 158 പറയുന്നുണ്ട്, 150 പറയുന്നുണ്ട്. എന്ത് രസമല്ലല്ലോ, അടിപൊളി ആണല്ലേ. അപ്പോൾ നല്ല ഇതിലൊന്നും കൂടെ വായിച്ചു നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടും. ബെയിലേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡെംനിഫൈ ലോസസ്, ദാറ്റ് ഈസ് സെക്ഷൻ 164 പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലർ ടു ഇൻഡെംനിഫൈ ഓൾ ദ ലോസസ് ആൻഡ് എക്സ്പെൻസസ്. ഇൻഡെംനിഫൈ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം ചെയ്യുക എന്നാണ്. അപ്പോൾ നഷ്ടപരിഹാരം എന്തായാലും ദ ബെയിലർ ഉറപ്പായിട്ടും കൊടുക്കണം. ദാറ്റ് ഈസ് 164 പറയുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഫാക്ട് ഓഫ് ദ കേസിലേക്ക് പോയാലോ. ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ് വൈ ടുക്ക് എ കാർ ഓൺ ലീസ് ഫ്രം എക്സ്. അപ്പം കേസ് എന്താണെന്നുള്ളത് പറയാം. ഫോർ 10 days for ₹50,000 ഡ്യൂറിങ് ദ ജേർണി വൈ ഹാസ് ടു സ്പെൻഡ് ₹10,000 ഫോർ റിപ്പയർ ഓഫ് ദി എൻജിൻ ആൻഡ് പെയ്ഡ് ₹50,000 ഫോർ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ആൻഡ് ഡ്യൂ ടു ആക്സിഡൻറ്റ്. അപ്പം ഹോസ്പിറ്റൽ എക്സ്പെൻസസ് പേ ചെയ്ത് എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ആക്സിഡൻ്റ് ആണ്. ബിക്കോസ് ഓഫ് ഫോൾട്ട് ഇൻ ബ്രേക്സ് ഓഫ് കാർ. ഓക്കെ, ബിക്കോസ് ഓഫ് ഫോൾട്ട് ഇൻ brakes of car. These are the extraordinary expenses and losses and it is the bailor's duty to bear such expenses and losses. അപ്പോൾ it is the bailor's duty to bear. അത് ആരെ സഹിക്കേണ്ടത്, ബെയിലർ ആണ്, അല്ലാണ്ട് ബെയിലി അല്ല. അപ്പോൾ അത് ഇറ്റ് ഈസ് ക്ലിയർലി എവിഡൻറ്റ് ഫ്രം ദ സെക്ഷൻ 150 ദാറ്റ് ഉണ്ടോ, ഈവൻ എവയർ അല്ലെങ്കിൽ കൂടെ അത് ആരെ ബെയർ ചെയ്യേണ്ടത്, ബെയിലർ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ പറയാം. ദെർഫോർ ദ ആൻസേഴ്സ് ആർ വൈ ക്യാൻ. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ആൻസർ കൃത്യമായിട്ട് ഈ കൺക്ലൂഷനിലാണ്. ആ ഫസ്റ്റത്തേൻ്റെ ആൻസർ 1 പറഞ്ഞിട്ട്, 1 അല്ല മറ്റേ സബ് പാർട്ട് ഉണ്ടല്ലോ അത് പറഞ്ഞിട്ട് എഴുതുക. വൈ ക്യാൻ വിത്ത് ഹോൾഡ് ദ ഹയർ ചാർജസ് ഓഫ് 50,000 ഓൺ അക്കൗണ്ട് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഡാമേജസ്. അപ്പോൾ 50,000 രൂപ കയ്യിൽ തന്നെ വെക്കാം, അത് ഹയർ ചാർജ് ആയിട്ട് കൊടുക്കണ്ട. ഫോർ ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ഡാമേജ് തരാത്തതിന് പകരമായിട്ട് നമുക്ക് ആ പൈസ വെക്കാം എന്നാണ് പറഞ്ഞത്. അത് കൂടാതെ തന്നെ ആൻഡ് ക്ലെയിം ആൻഡ് അഡീഷണൽ 10,000 ഫ്രം എക്സിൻ്റെ നിന്ന് അഡീഷണൽ 10,000 വാങ്ങാനായിട്ട് അവകാശം ആർക്കുണ്ട്, വൈക്കുണ്ട്. വൈ എന്ന് പറഞ്ഞാൽ ബെയിലിയാണ് ഇവിടെ. അപ്പം ഇനി എക്സിൻ്റെ ലയബിലിറ്റി ചോദിച്ചിരുന്നു. എക്സ് ഇസ് ലയബിൾ ഫോർ ദ ഫുൾ ₹60,000, ദാറ്റ് ഈസ് ₹10,000 റിപ്പയർ പ്ലസ് ₹50,000 ഹോസ്പിറ്റൽ. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാത്. ആസ് ഇറ്റ് ഈസ് ദ ബെയിലേഴ്സ് ഡ്യൂട്ടി ടു സപ്ലൈ എ കാർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് വാസ് ഹയേർഡ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണോ അത് ഹയർ ചെയ്തത്, ആ പർപ്പസിന് നല്ല രീതിയിലുള്ളൊരു കാറായിട്ട് അത് എത്തിക്കണം എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ബെയിലറുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. So once again it is the bailor's duty to supply a car fit for the purpose for which it was hired. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ടൊക്കെ വരും. എക്സിനെ വൈ ആക്കിയിട്ടും വൈനെ എക്സ് ആക്കിയിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എൻ്റെ വോയിസ് ഇങ്ങനെ 2-3 വട്ടമൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെയൊക്കെ അത് കാണാണ്ട് പഠിയും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റൊക്കെ ഇടണേ, പിന്നെ അതുപോലെ തന്നെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സിനൊക്കെ.